ഇപ്പൊ സൂറത്ത് യൂസുഫ് നബിയുടെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ് എന്റെ റബ്ബ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക? ഇപ്പോൾ 7ാമത്തെ വയസ്സിലാണെന്ന് പറയപ്പെടുന്നു ഇപ്പൊ കിണറ്റിലെറിയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് അടിമച്ചന്തയിൽ വരുന്നു, അവിടെ നിന്ന് കൊട്ടാരത്തിൽ വരുന്നു, കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് പോകുന്നു. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ വെച്ച് നമ്മൾ ആ ഒരൊറ്റ സംഭവത്തെ മാത്രം എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ എന്തൊരു അക്രമമാണ് ദൈവം ചെയ്ത് പടച്ചവൻ ചെയ്തത്. കാരണം അയാളെ ഇത്രയും ചെറിയൊരു കുട്ടിയെ കിണറ്റില് ഇടാൻ അനുവദിക്കുക, അടിമച്ചന്തയിൽ വിൽക്കാൻ അനുവദിക്കുക. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ എടുത്തു നോക്കി ജയിലിൽ ഒരു ചെയ്യാത്തൊരു കുറ്റത്തിന് എത്രയോ കാലം ജയിലിൽ കിടക്കേണ്ടി വരിക. ശരിക്കും ആ ഒരു സംഗതിയെ അവസാനം അവിടെ എത്തിച്ചത് എന്തിനാണ്? ഈ സംഗതിയിലൊക്കെ കടത്തി വിട്ടത് എന്തിനാണ്? ഒന്നാമതായിട്ട് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിട്ട് മാറണം, മില്യൺ കണക്കിന് ആളുകൾക്ക് രക്ഷ നൽകുന്ന ഒരു ഇക്കോണമിക് പോളിസി നടപ്പാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കലായിരുന്നു അതൊക്കെ.